ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ഉണ്ണിയുടെ വിമാനയാത്ര എന്നുള്ള പാഠഭാഗവും ഇതിലെ പ്രവർത്തനവുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം. ഓക്കെ, നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം. നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാം എന്നറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യാത്രയെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠം ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ണിയുടെ വിമാനയാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കൊച്ചു കവിതയാണ്. വാരുളിയാളും ഇപ്പാവ പരുന്തിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ, കൂറ്റൻ മരങ്ങൾക്കു മീതെ ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ, പിന്നെയും വീട്ടിലേക്ക് എത്തും വരെ കൻ്റമ്മ എന്നെ മടിയിലിരുത്തു. ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ, നിശബ്ദമായങ്ങു പായുന്നു കാറുകൾ, നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ, മഞ്ഞിടം നീളെ കളിക്കോപ്പു ചിന്നിയ തിണ്ണയായി മാറുകയല്ലോ, നാലുപാടും പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീണിഴയുന്നോ, നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു, വെണ്മയും നീലവും നീലവും വെണ്മയും വേറെ നിറങ്ങളിലെങ്ങും, എങ്ങുപോയി ആയിരം ജീവികൾ തന്നൊച്ച, എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം, ഒന്നുമില്ലല്ലോ ചിറകിലൊന്നലിയല്ല ദുണ്ണിക്കു തോന്നുന്നു പാടാൻ, പാറിയുയരുമ്പോൾ അത് പാവയും പാടുവാനെന്തെന്നറിഞ്ഞേൻ, വീട്ടുമുറ്റങ്ങളിൽ വിമാനത്തിൽ നട്ടു നിൽപ്പുണ്ടാമെൻ കൂട്ടർ, പിഞ്ചുകൈ ചൂണ്ടുന്നുമുണ്ടാ മിതിലേറാൻ നെഞ്ചിലൊട്ടാശയുമുണ്ടാം, അന്തിക്കുവാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ, പണ്ടെങ്ങും കാണാത്ത ചേലും വലുപ്പവുമുണ്ടിതിന്നിപ്പോൾ എന്നമ്മേ, എല്ലാം നിഴൽപ്രായമാകാശ കപ്പലി തല്ലിനടിയിൽ നീന്തുമ്പോൾ, ചുറ്റും കടന്നു വന്നുണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പു, നോക്കുക താഴെ വെളിച്ചത്തിൻ മൊട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു. ബാലഹൃദയം ബാലാമണിയമ്മ എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് ഇത്. അപ്പോൾ ഉണ്ണിയുടെ വിമാനയാത്രയിൽ ഉണ്ണിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. വലിയ മരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുമ്പോൾ കണ്ട കാഴ്ചകളും, കാറുകളൊക്കെ നിശബ്ദമായിട്ട് പോകുന്നു, ആളുകൾ ശബ്ദമില്ലാതെ ആയിട്ടും, കളിപ്പാട്ടങ്ങളൊക്കെ ചിന്നിച്ചിതറി അവിടെയൊക്കെ കിടക്കുന്നതൊക്കെ ഉണ്ണിക്ക് തോന്നുകയാണ്. മാത്രമല്ല ആകാശം എന്ന് പറയുന്നത് നീലയായിട്ടും വെണ്മയായിട്ടും ഒക്കെ കാണുന്നു. നക്ഷത്രങ്ങൾ അടുത്തു വരുമ്പോൾ എന്ത് ഭംഗിയാണ് ഭൂമിക്ക്. അതുപോലെ തന്നെ ഭൂമിയിൽ കാണുന്നതിനേക്കാൾ വലുതാണ് ഇതെല്ലാം. ഇവൾ തിളങ്ങുന്നുണ്ടോ, തൊടാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെയാണ് ഉണ്ണി ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഈണം കണ്ടെത്താം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. എല്ലാവരും ചേർന്ന് കവിതയ്ക്ക് ഈണം കണ്ടെത്തി ചൊല്ലുമല്ലോ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഭാവനയിൽ കാണാം എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാം? ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാം? പറഞ്ഞു നോക്കൂ. കൂട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷം എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ഉത്തരം നമ്മൾ എഴുതണം അല്ലേ. എന്തൊക്കെയാണ് അവിടെ കണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എഴുതണം. അപ്പോൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? വലിയ മരങ്ങൾക്ക് മുകളിലൂടെ വിമാനം പറക്കുകയാണ്. കുറച്ചു മുമ്പ് വ്യക്തമായി കണ്ട നിരത്തുകൾ മങ്ങി മങ്ങി വരുന്നു. കാറുകൾ നിശബ്ദമായിട്ടാണ് പായുന്നത്. വിമാനത്തിന്റെ ശബ്ദം മാത്രമേ ഉണ്ണിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന തിണ്ണ പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്നത്. ഇനി താഴെ നിൽക്കുന്ന കുട്ടി മേലെ പോകുന്ന വിമാനത്തെ നോക്കി എന്തൊക്കെ പറയുന്നുണ്ട്? അതാ നോക്കൂ, വിമാനം പറന്നു പോകുന്നു. കൂട്ടുകാരെ ഓടിവാ, എത്ര വേഗത്തിലാണ് അത് പറക്കുന്നത്. ഇത്ര ചെറിയ വിമാനത്തിലാണോ ആളുകൾ കയറുന്നത്? അങ്ങകലെയായതുകൊണ്ട് ചെറുതായി തോന്നുന്നതാവാം. വിമാനം പോകുന്ന വഴിയിൽ വെളുത്തു കാണുന്നത് പുകയാണോ? മഞ്ഞുപോലെ തോന്നുന്നു. രസമാണ് ഈ കാഴ്ച. ഇതൊക്കെയാണ് താഴെ നിൽക്കുന്ന കുട്ടിക്ക് തോന്നുന്നത്. ഇനി ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തൊക്കെയാണ്? നക്ഷത്രങ്ങൾ എത്ര അടുത്താണ്, കാണാൻ നല്ല രസം, താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ വലിപ്പമുണ്ട്, പ്രകാശം കൂടുതലാണെന്ന് തോന്നുന്നു, ചില നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടോ, എന്നെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, അവയെ തൊടാൻ പറ്റുമോ, പുറത്തേക്ക് കൈയിടാൻ കഴിയുന്നില്ലല്ലോ, കൊച്ചു നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുന്നത് ഭാഗ്യം തന്നെ. ഇതൊക്കെയാണ് ഉണ്ണി നക്ഷത്രങ്ങൾ കാണുമ്പോൾ ഉണ്ണിക്ക് തോന്നുന്ന കാര്യങ്ങൾ.
ഇനി അടുത്തത് ഉണ്ണിക്കൂതുഹോലം എന്നുള്ളതാണ്. ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ല ദുണ്ണിക്കു തോന്നുന്നു പാടാൻ. ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും, ആർത്തു വിളിക്കും. ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്തു വിളിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ആ അനുഭവമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. എന്തനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് കവിതയിലെ കാഴ്ച എന്നുള്ളതാണ്. ചുടുന്നതെല്ലി ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്തു പോലുമേ. കുമാരനാശാന്റെ വരികളാണ്. എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാമോ? ഇതുപോലെ കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരികൾ കണ്ടെത്തി ചൊല്ലൂ. പാഠഭാഗത്ത് നിന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റു കവിതകളിൽ നിന്നും സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം എഴുതാം അല്ലെ. കുമാരനാശാൻ ഈ കാവ്യഭാഗത്തെ മിന്നാമിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മിന്നാമിനിങ്ങിന്റെ ശരീരത്തിലുള്ള ചെറിയ തീ ആരെയും പൊള്ളിക്കുകയില്ല, അത് മഴ പെയ്താൽ കെട്ടുപോവുകയുമില്ല. മിന്നാമിന്നിയെ അതിമനോഹരമായി വർണ്ണിക്കുകയാണ് കവി. ഇനി ഇതുപോലെ കവിതയിൽ സൂര്യനെ കുറിച്ച് പറയുന്ന വരി അന്തിക്കുവാനിന്നിന്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ പാഠഭാഗത്ത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് കവിതകൾ നമുക്ക് കിട്ടും സമാന അർത്ഥത്തിലുള്ളത്. നമുക്ക് ഒന്ന് രണ്ടെണ്ണം നോക്കാം. ഒന്ന് പൂമ്പാറ്റ എന്നുള്ള കവിതയിലേതാണ്. ഓമനെ ഓമനെ ആരു നീ ചൊല്ലു, നീ മഴവില്ലിൻ്റെ ചെല്ലക്കിടാവേ. അടുത്തത് അതിരില്ല മണിമുറ്റം തെളി നീല തിരുമുറ്റം തിരുമുറ്റത്തിരുതായാൽ നിരനിരയായി പൂവല്ലോ ആകാശം എന്നതിലെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ളത് ഒരുപാട് കിട്ടും കൂട്ടുകാർ, അതൊക്കെ ഒന്ന് ശേഖരിക്കാം. അടുത്തത് കാവ്യഭാഷ എന്നുള്ളതാണ്. സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ്. ഈ ഉദാഹരണം നോക്കൂ. ചെന്തിയുടുപ്പിട്ട സൂര്യൻ അഥവാ കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യനെയാണ് പറയുന്നത്. ഇത് കവിതയിൽ നിന്നും സമാനമായ കാവ്യഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ്. പിന്നെന്തെഴുതാം? പതഞ്ഞു പൊങ്ങുന്ന മുകിൽമാല എന്ന് പറയുന്നുണ്ട്. പതഞ്ഞു പൊങ്ങുന്ന മുകിൽമാല. മേഘക്കൂട്ടം പറന്നു നടക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. വെളിച്ചത്തിൻ മുട്ടുകൾ വിരിയുന്നു എന്ന് പറയുന്നുണ്ട്. ഇരുട്ടിൽ ബൾബുകൾ തെളിയുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇരുട്ടിൽ ബൾബുകൾ തെളിയുന്നത്. ഇനി അടുത്തത് യാത്ര പോകാം എന്നുള്ളതാണ്. ഇനി നമുക്കൊരു യാത്ര പോയാലോ? എവിടേക്കാണ് പോകേണ്ടത്? എന്തെല്ലാമാണ് കാണേണ്ടത്? സംഘമായി ചർച്ച ചെയ്ത് ഒരു സ്ഥലം കണ്ടെത്തുക. യാത്ര പോകുന്ന കാലം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക. പോസ്റ്റർ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെക്കാൻ മറക്കരുത്. യാത്ര കഴിഞ്ഞ് എല്ലാവരും ലഘു യാത്രാ വിവരണം തയ്യാറാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം എന്ത് ചെയ്യണം? നിങ്ങളൊരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പം അതിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കുക. നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഓഫീസ് ലിബർ ഓഫീസ് റൈറ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ പോസ്റ്റർ അതിന് ശേഷം സേവ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പങ്കുവെക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനം. എന്നിട്ട് പോയ യാത്രയെ കുറിച്ചിട്ട് ലഘു യാത്രാ വിവരണം കൂടെ നിങ്ങൾ തയ്യാറാക്കണം. അപ്പം എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി യൂണിറ്റിലെ പദപരിചയങ്ങളാണ് തന്നിട്ടുള്ളത്. അതൊക്കെ കൂട്ടുകാർ വായിച്ചു നോക്കുക. അതോടുകൂടി പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.